നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. ആനക്കല്ലിൽ ബസ്സിടിച്ച് ചാഴൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ജില്ലാതല ക്ഷീരസംഗമത്തിന് ശ്രീനാരായണപുരത്ത് തുടക്കമായി. മണലൂരിൽ അർദ്ധരാത്രിയിലെ പഞ്ചായത്ത് ഓഫീസ് നവീകരണം LDF തടഞ്ഞു. വാർത്തകൾ വിശദമായി. ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാഴൂർ വപ്പുഴ സ്വദേശി ചാലിശ്ശേരി കുറ്റുകാരൻ വർഗീസാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി 8ഓടെ അവണിശ്ശേരി ആനക്കല്ല് പാലക്കൽ റോഡിലാണ് അപകടമുണ്ടായത്. തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന വർഗീസിന്റെ ബൈക്കിൽ തൃശൂരിൽ നിന്ന് മുപ്ലിയത്തേക്ക് പോയിരുന്ന ബസ്സിടിക്കുകയായിരുന്നു. തെറിച്ചു വീണ വർഗീസിനെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഭാര്യ കൊച്ചുമേരി, മക്കൾ ജിയോ, മിജോ, ജിസ്മി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നടയിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കാൽനാട്ടുകർമ്മം, അന്നദാനം എന്നിവയുണ്ടായി. തൃപ്രയാർ പാണ്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും താലവാദ്യങ്ങളോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് തൃപ്രയാർ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ തയ്യാറാക്കിയ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് ഉടുക്കുപാട്ട്, നാദസ്വരം, ആറാട്ടുപുഴ കിയത്ത് കോരൻ ആശാന്റെ നേതൃത്വത്തിലുള്ള ശാസ്താംപാട്ട് സംഘത്തിന്റെ വിളക്ക് സെറ്റ്, പുലർച്ചെ പാൽക്കണ്ടി എഴുന്നള്ളിപ്പ്, ആഴിപൂജ, ഗുരുതിപൂജ എന്നിവ നടന്നു. തൃപ്രയാർ അയ്യപ്പൻ വിളക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
പടുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. വിശുദ്ധ കുർബാനയ്ക്ക് താന്യം സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തി. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനുവരി 17, 18, 19 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജനുവരി 10 നവനാൾ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. ജനുവരി 17 വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം. ജനുവരി 18 ശനിയാഴ്ച വൈകിട്ട് പ്രസിദ്ധേന്തി വാഴ്ച, കൂട് തുറക്കൽ ശുശ്രൂഷകൾ. തിരുനാൾ ദിനമായ ജനുവരി 19 ഞായറാഴ്ച രാവിലെ 6-നും 8:30-നും വിശുദ്ധ കുർബാന. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാന. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവയും 8-ാം ഇടം ജനുവരി 26-നും നടക്കും. സൗത്ത് സോൺ നാഷണൽ മീറ്റ്, ജൂനിയർ നാഷണൽ മീറ്റ്, സ്റ്റേറ്റ് ഇന്റർ സ്റ്റേറ്റ്, ക്ലബ്, കോളേജ് തുടങ്ങിയ ഇനങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ മണപ്പുറം പ്രീമിയം ഫിറ്റ്നസിലെ അത്ലറ്റ് ES ശിവപ്രിയയെ മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് കോർ കമ്മിറ്റി അംഗമായ ജസ്നയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇന്ദ്രജിത്ത്, ഷിൻഡോ, അഡ്മിൻ റീന എന്നിവർ സംസാരിച്ചു. മണപ്പുറം പ്രീമിയം ഫിറ്റ്നസിലെ അത്ലറ്റായ ശിവപ്രിയ ഒരുപാട് മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ കുട്ടിയാണ്. ഇനി ഫ്യൂച്ചറിലും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാനുണ്ട്. ധാരാളം ഇതിലും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് എൻ്റെ പേരിലും പ്രീമിയം ഫിറ്റ്നസിൻ്റെ പേരിലും കോർ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട് ഈ ഒരു അംഗീകാരം എനിക്ക് തരാനായിട്ട് മനസ്സാനിച്ചതിൽ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഒരു വർഷം ഞാനിവിടെ ജിമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീക്കായിരുന്ന ടൈമായിരുന്നു. പക്ഷേ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയ എൻ്റെ ട്രെയിനർക്കും ജിമ്മിലെല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ SNDP യോഗം കരയാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഗുരുമന്ദിരത്തിൽ നടത്തി. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS ഗീതാകുമാരി, ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ ഐശ്വര്യ MS എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അലർജി, ചുമ, കഫക്കെട്ട്, ത്വക്ക് രോഗങ്ങൾ, പഠനവൈകല്യം, തൈറോയ്ഡ് രോഗങ്ങൾ, ഓട്ടിസം, ശിശുരോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളായ അമിത കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഫാറ്റി ലിവർ, വൃക്ക, മൂത്രാശയ രോഗങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത അസുഖങ്ങൾക്കായി 100ഓളം പേർ ക്യാമ്പിൽ ചികിത്സയ്ക്കെത്തിയിരുന്നു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശാഖ എക്സിക്യൂട്ടീവ് അംഗം സജിൻ KS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാട്ടിക SNDP യൂണിയന്റെ കീഴിൽ നടക്കുന്ന ആദ്യത്തെ സൗജന്യ ഹോമിയോ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളിൽ ശാഖ പ്രസിഡന്റ് ഹരി, സുധീർ സിംഗ്, നരേന്ദ്രൻ തയ്യൽ, ശശി തയ്യൽ, ബിന്ദു ജ്യോതീന്ദ്രൻ, രാധ സുധേവൻ എന്നിവർ പങ്കെടുത്തു. ഈ കണ്ണ് പരിശോധന ക്യാമ്പുകളൊക്കെ നമുക്ക് ഒരുപാട് നടത്താറുണ്ട്. പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ആ നടത്തുന്ന ആൾക്കാർക്ക് വലിയൊരു ബെനിഫിറ്റാണ്. നമ്മളെ ഏരിയത്ത് വന്നിട്ട് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹോസ്പിറ്റലും അതിൻ്റെ ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് വലിയൊരു ഫണ്ട് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ ലാഭവും നോക്കാതെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഹോമിയോ ക്യാമ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ന് രോഗങ്ങൾ ഒരുപാട് നമ്മുടെ എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എല്ലാ മേഖലയിലും എവിടെ ചെന്നാലും രോഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ ആയുർവേദം ആയാലും ശരി, ഇംഗ്ലീഷ് മരുന്നൊക്കെ ആയാലും ശരി, ഒരുപാട് കടമ്പകളും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് സാമ്പത്തികമാണ്. അതേസമയത്ത് ഹോമിയോയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം വളരെ കുറവാണ്.
ലെജൻഡ് വേളി കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയ TSGA സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളായി നടക്കുന്ന ലെജൻഡ്സ് വോളിബോൾ ഫെസ്റ്റിന് തുടക്കമായി. വോളിബോൾ ഫെസ്റ്റ് ഒളിമ്പ്യൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന അന്തർദേശീയ വോളിബോൾ താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. TSGA ചെയർമാൻ TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CG അജിത് കുമാർ, പ്രൊഫസർ VK സരസ്വതി, ഷിഫി കുറ്റിക്കാട്ട്, ഷിറാസ് കാവുങ്ങൽ, ജോഫി ജോർജ്, PC രവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴയകാല താരങ്ങളുടെ നേതൃത്വത്തിൽ മത്സരങ്ങൾ നടന്നു. വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിക്ക് കീഴിൽ കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള ബിരുദദാനം പുതിയങ്ങാടി യൂണിറ്റി കോളേജിൽ നടന്നു. ജമായത്തെ ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ T. ആരിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ജമായത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പിന് കീഴിൽ തളിക്കുളം പുതിയങ്ങാടിയിൽ ആരംഭിച്ച യൂണിറ്റി കോളേജിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അതുപോലെ തന്നെ വളരെയേറെ സന്തോഷകരമായ അനുഭവം നമ്മുടെ മേഖലയിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദീർഘനേരത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ നാമമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ വലിയ ആശയമാണ് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുമ്പും ഇതിൻ്റെ സ്കൂളിൻ്റെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് എനിക്ക് അറിവുള്ള രീതിയിലുള്ള ചില പ്രഭാഷണങ്ങൾ നടത്തുവാനും സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വേദിയിൽ കൃത്യമായി വരുവാനും നിങ്ങളോട് 2 വാക്ക് പറയാനും ഉള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്പം പനിയുണ്ട്, സൗണ്ട് കുറേശ്ശെ പോയിട്ടുണ്ട്. അതെന്തെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സ് തോന്നുമ്പോഴാണ് ഞാൻ ഓടി വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ പോലെയുള്ള ജീവിതം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പല രീതിയിലും ഉണ്ടെങ്കിൽ പോലും മനുഷ്യ സ്നേഹത്തിൻ്റെ സ്പർശനം നമ്മളൊക്കെ അർപ്പിതമാക്കുന്ന രീതിയിലുള്ള ഒരു അള്ളാഹുവിൻ്റെ നാമം വളരെയേറെ പ്രധാനപ്പെട്ട ബഹുമതിയോടെ കാത്തു സൂക്ഷിക്കുന്ന പ്രദേശമാണ്. ഈ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും മുന്നോട്ട് പോകാനും കഴിയേണ്ടതുണ്ട്. VOC ആക്ടിംഗ് ചെയർമാൻ ഡോക്ടർ കൂറ്റിൽ മുഹമ്മദ് അലി അധ്യക്ഷനായി. മുൻ MP TN പ്രതാപൻ ഒമാൻ ഗസൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ഹാസ്ലിം സലീമിന് നൽകി മാഗസിൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ അബ്ദുസലാം അഹമ്മദ്, പ്രൊഫസർ ഡോക്ടർ PK അബ്ദുൽ അസീസ്, KK മമ്മുണ്ണി മൗലവി, മലേഷ്യൻ ഡോക്ടർ ജുക്രൻ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ ഗൈറു സസ്മി എന്നിവർ സംസാരിച്ചു. വീണ്ടും പറയാണ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പവും മഹാത്മ്യവും എനിക്ക് മനസ്സിലാവുന്നു. അൽഹംദുലില്ലാ,
പഠിച്ചവന്റെ അനുഗ്രഹം തന്നെ പറയട്ടെ. എല്ലാവരുടെയും പ്രവർത്തനവും ഒപ്പം തീർച്ചയായും ഇതിനോടൊപ്പം എല്ലാവരുടെയും കഠിനാധ്വാനം തന്നെയാണെന്ന് തന്നെ പറയാം. ഇത്രയും ഇത് ഈ ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ ഇന്ന് മമ്മൂട്ടി മാഷ് പ്രായമായി, പക്ഷേ മമ്മൂട്ടി മാഷക്ക് സപ്പോർട്ടായിട്ട് ഡോക്ടർ കുട്ടിൽ മുഹമ്മദ് അലി ആണ് ഇന്നിപ്പോൾ ആക്ടിംഗ് ചെയർമാനായിട്ട് നിൽക്കുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. Manappuram Geeta Ravi Public School, the joy of learning. AJ Gold and Diamonds, Tripuriyar Junction. Christmas and New Year offer. ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം ഒരു പവനിൽ. AJ Gold and Diamonds, Tripuriyar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6. അർച്ചന സിൽക്സ് ട്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. തിരികെ വാർത്തകളിലേക്ക്. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീരകർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീരസംഗമം ക്ഷീരസ്മിതം പരിപാടിക്ക് ശ്രീനാരായണപുരത്ത് തുടക്കമായി. 2 ദിവസങ്ങളായി ശ്രീനാരായണപുരം SP കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ച മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പതാക ഉയർത്തി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാർങ്ങാധരൻ, K കരീം, ആമണ്ടൂർ ക്ഷീരസംഗമം പ്രസിഡന്റ് OK സദാനന്ദൻ, ഉള്ളൂക്കര ക്ഷീരവികസന ഓഫീസർ K ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട 30ഓളം സ്റ്റാളുകളുള്ള ഡയറി എക്സ്പോ 2025 മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ ശില്പശാലകളും ഘോഷയാത്രയും നടന്നു. നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ക്ഷീരസംഗമം 2 ദിവസമായിട്ട് 12, 13 ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജില്ലാ നേതൃത്വമാണെന്നുണ്ടെങ്കിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാറുകളുണ്ട്, പ്രദർശനങ്ങളുണ്ട്. മറ്റ് ഇത് 7-ാം തീയതി തുടക്കം കുറിച്ച കുട്ടികളുടെ ചിത്രരചന അടക്കമുള്ള വലിയ വിപുലമായൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് നടപ്പിലാക്കുന്നത്. തളിക്കുളം കൈതക്കൽ തൊഴുത്തുംപറമ്പിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടന്നു.
വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹവനം, തുടർന്ന് വിശേഷാൽ പൂജകൾ, മുത്തപ്പന് രൂപക്കളം, ശേഷം വൈകിട്ട് ദേവിക്ക് രൂപക്കളം എന്നിവയും. ശനിയാഴ്ച ഗണപതി ഹവനം, തുടർന്ന് വിശേഷാൽ പൂജകൾ, മൂത്ത കൈമൾക്ക് രൂപക്കളം എന്നിവ നടന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി നാരായൺകുട്ടി തന്ത്രികൾ, ക്ഷേത്രം ശാന്തി ചേരിമല ബൈജു എന്നിവർ ക്ഷേത്രം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താനിം കണ്ണൻ, രംഗൻ എന്നിവർ കളമെഴുത്ത് പാട്ടിന് നേതൃത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ രക്ഷാധികാരി ടി കെ ഷൺമുഖൻ, പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ TU, സെക്രട്ടറി സഹദേവൻ TG, ട്രഷറർ സുരേഷ് TR എന്നിവർ നേതൃത്വം നൽകി. ഗുരുവേ ഗുരുഭ്യാദി 21 ശ്രീവാണി ഗുരുക്കന്മാരും വാഴ്ക. ഞങ്ങളെവിടെ ഭഗവതി ഞങ്ങളുടെ കൈഒരു കലം തരിക. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കവിതാരചനയിൽ A ഗ്രേഡ് നേടിയ ദേവലക്ഷ്മിയെ ബാലവേദി CPI അഞ്ചങ്ങാടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് ജില്ലാതലത്തിൽ സമ്മാനം മേടിച്ചു. സംസ്ഥാനത്തിലും അവൾ A ഗ്രേഡോടുകൂടി കവിതാരചനയിലാണ് മേടിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് എൻ്റെ അനിയൻ്റെ മകൻ അവിടെ മൃദംഗത്തിൽ മദ്ദളത്തിൽ അവൻ 1ാം സമ്മാനം അവർ ടീം മേടിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ കവിതാ ആലാപനത്തിൽ കവിതാ രചനയിൽ സംസ്ഥാന തലത്തിൽ സമ്മാനം മേടിക്കുക എന്ന് പറയുന്നത് അത് ബൗദ്ധികമായി ബുദ്ധിപരമായ ഒരു വലിയൊരു മികവിൻ്റെയും കൂടി ഒരു അംഗീകാരമാണ്. സാധാരണ ഒരു രീതി, ഞാൻ അവിടെ കവിത ഇവിടെ നിന്നാണ് വായിച്ചത്. ഞാനൊരു കവിതയെ വിലയിരുത്താൻ അറിയുന്ന ആളൊന്നുമല്ല, എന്നാലും നമ്മൾ കവിതകളൊക്കെ വായിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇന്നലെ നമ്മുടെ കലാമണ്ഡലം ഗോപിയാശാൻ്റെ കവിതാ സമാഹാരം ഞാനാണ് സ്വീകരിച്ചത്. അപ്പോൾ ഗോപിയാശാൻ്റെ കവിതകൾ ഞാൻ കുറേ വായിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഈ മോള് ഭാവിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവയത്രിയായിട്ട് മാറുമെന്ന കാര്യത്തിലാണ് സംശയം. അവർക്ക് വേദികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. AG ധനപാലൻ അധ്യക്ഷനായി. CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി CR മുരളീധരൻ, താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, നാട്ടിക മണ്ഡലം ബാലവേദി കൺവീനർ ബൈജു KC, ചെയർമാൻ ഷിബു കൊല്ലാറ, സംഗീത മനോജ്, ദിവ്യ ഷിനോജ് എന്നിവർ സംസാരിച്ചു. സന്തോഷം, ഇങ്ങനെ ഒരു അവസരം ഇവിടെ തന്നതിന് വളരെ സന്തോഷം. ഇവിടെ വെച്ച് എനിക്കറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കഴിവിനെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. അതിന് വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം കുട്ടികൾ സംസ്ഥാനത്ത് പോകുന്നതും അവരുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്ര അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തേക്ക് പോകണം, ആ ഒരു വേദി കാണണം, അതിന് പങ്കെടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ വട്ടം ശാസ്ത്രമേളയിൽ സംസ്ഥാനത്ത് പോകാൻ അതുകൊണ്ട് സാധിച്ചു. അത് കഴിഞ്ഞ് കലോത്സവത്തിന് പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം, അതിനും സാധിച്ചു. ആദ്യം തന്നെ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടിയാണെന്നാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ വായിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദികൾ ഉണ്ടായിരുന്നു എനിക്ക്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഒരുക്കി തന്നത് എൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും അതിന് തന്നെ നന്ദി പറയാണ്. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 50 തിരുനാളിന് കൊടികയറി. ഇരിഞ്ഞാലക്കുട രൂപത ജനറൽ ഫാദർ ജോളി വടക്കൻ കൊടിയേറ്റ് നിർവഹിച്ചു.
ഇടവക വികാരി അനിൽ പുതുശ്ശേരി, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റോണിയോ പുലിക്കോട്ടിൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോസഫ് കൊമ്പൻ, ജോയിന്റ് കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ജനുവരി 21 രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിനു വെണ്ണാട്ട് പറമ്പിൽ സന്ദേശം നൽകും. വൈകിട്ട് 4:30 പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ സ്കൂളും മാനേജ്മെന്റും PTA-യും പഞ്ചായത്തും എല്ലാം കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ഈ പരിപാടി. ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് സംഘാടകർക്ക് കഴിയാവുന്ന തരത്തിൽ അത് വികസിപ്പിക്കാൻ, വിപുലപ്പെടുത്താനുള്ള നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ നോട്ടീസും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാനും കഴിയും, ഇത് ഏറ്റവും മികച്ച മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമാക്കി ഇതിനെ മാറ്റണം എന്ന സംഘാടക സമിതി നല്ല ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളത്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹേമലത രാജ്കുട്ടൻ, ER ഷീല, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, CP ഉല്ലാസ്, ബിന്ദു രജിശങ്കർ, VM ഉണ്ണികൃഷ്ണൻ, വലപ്പാട് AEO KV അമ്പിളി, സിനിമാ താരം ഫെബി, സ്കൂൾ മാനേജർ ഷാജി ഏറാട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ NA മുഹമ്മദ് ഹനീഫ, ജനറൽ കൺവീനർ M സീമ, OSC പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട്, നാദിയ ഷഫുദ്ദീൻ, മുഹമ്മദ് ബുജാൻ, ER കാർത്തികേയൻ, സ്റ്റാഫ് പ്രതിനിധി UK ഹസനുൻ ബെന്ന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ?
ഐഷ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. തിരികെ വാർത്തകളിലേക്ക്. അർദ്ധരാത്രിയിലെ പഞ്ചായത്ത് ഓഫീസ് നവീകരണം LDF തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെക്കുക. 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 ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. അർദ്ധരാത്രി സമയത്ത്. അർദ്ധരാത്രി സമയത്ത്. അർദ്ധരാത്രി സമയത്ത്. അർദ്ധരാത്രി സമയത്ത്. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. മണലൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് നവീകരണം നടത്തുന്നതിന് വേണ്ടി അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ അതിന്റെ മറവിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിക്കാൻ ശ്രമിച്ചത് LDFിലെ 7 അംഗങ്ങൾ തടയുകയും പഞ്ചായത്ത് സെക്രട്ടറി ദീപ രമേശിനും അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണിക്കും ഒപ്പിട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. യാതൊരു കേടുപാടുമില്ലാത്ത ഓഫീസിന്റെ മുൻഭാഗം ചുവപ്പാണെന്നതുകൊണ്ട് മാത്രം അത് മറയ്ക്കാനുള്ള ശ്രമം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് ഇവർ ആരോപിച്ചു. പണി നടത്തുന്നില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും കോൺട്രാക്ടർ അറിയാതെ മറ്റു 4 പേരെ കൊണ്ടുവന്ന് അർദ്ധരാത്രിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് LDF അംഗങ്ങൾ തടഞ്ഞത്. പഞ്ചായത്ത് ഫണ്ട് ദൂർത്തടിക്കുകയാണെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷീലി റാഫി, സിമി പ്രദീപ്, LDF കൺവീനർ MR മോഹനൻ, VV സജീന്ദ്രൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഇത് ആ ചുവപ്പിനോടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനാസ്ഥയുടെ ഭാഗമായിട്ട്, ഭരണസമിതിയുടെ അനാസ്ഥയല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം, ഒരു ഭരണസമിതിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന ഭരണ സംവിധാനത്തിലുള്ള ഒരു മെമ്പർമാരുമില്ല. ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായക്കാർ ആരുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മാത്രം അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളോട് ചെയ്യുന്നത്. ഇത് സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ്. ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ AEയും ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള സ്മിത എന്ന് പറയുന്ന കോൺട്രാക്ടർ അടക്കമുള്ള ആളുകൾ ഈ വർക്ക് ചെയ്യുന്നില്ല എന്ന് ജനപ്രതിനിധികളായിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാകേഷ് കണിയാമ്പറമ്പിനോടും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എന്നോടും അതുപോലെ തന്നെ മറ്റ് 7 മെമ്പർമാരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഈ വർക്ക് ഞങ്ങളായിട്ട് നടത്തുന്നതല്ല എന്ന് ഉറപ്പ്, ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല എന്ന് ഉറപ്പ് വന്നിരിക്കുക. അതാണിന്ന് അർദ്ധരാത്രി ഇവിടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ ഈ വർക്ക് ഇപ്പോൾ നീല ഒട്ടിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDFിൻ്റെ മെമ്പർമാർ നിരന്തരമായി പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് ആവശ്യപ്പെടുകയാണ് തെരുവിളക്ക് കത്തിക്കലും റോഡ് നന്നാക്കലുമെല്ലാം. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ആണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ദുരുപയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മാത്രം നിർബന്ധപ്രകാരം, ഇവിടെ കോൺഗ്രസിൻ്റെ മറ്റ് മെമ്പർമാരെല്ലാം ഉണ്ട്, അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളതിന് എതിരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഏകാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന 7 അംഗങ്ങളും ഒപ്പിട്ടുകൊണ്ട് ആ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ ഇത് കെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അത് നടത്താൻ അനുവദിക്കില്ല, AE പറഞ്ഞു അത് നടത്തേണ്ടതില്ല, ഇതെടുത്ത കോൺട്രാക്ടർ പറഞ്ഞു അതും ഞങ്ങൾ നടത്തുന്നില്ല, കാരണം ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും, ഇതിൻ്റെ മുഖത്ത് യാതൊരു കുഴപ്പമില്ല, പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് യാതൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും എന്നുള്ളതുകൊണ്ട് ആ പണി ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ആ പണി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാറ്റിവെച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് 4 പേരെ കൊണ്ടുവന്ന് അർദ്ധരാത്രി സമയത്ത് ഇതിൻ്റെ മുഖം മാറ്റുന്നതിന് വേണ്ടി, ഈ ചുവപ്പ് കളയുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയത്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 2ാം വാർഡിലും പരിസരത്തും വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലത്തുവീട്ടിൽ സാദിഖ് നൽകിയ സ്ഥലത്ത് AM നൂറുദ്ദീനും AM ബഷീറും മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ നാടിന് സമർപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ ജോസ് വളൂർ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AA മുസ്തഫ അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AM നൂറുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി. വിജയ അശോകൻ, ദീപൻ മാസ്റ്റർ, AT അബ്ദുള്ള, AT റഫീഖ്,
ഫാത്തിമ ജലീൽ, എ മുഹമ്മദ്, അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. CM ശിവപ്രസാദ്, C ഖിൽസ, അഹമ്മദ് ഉണ്ണി, IP പ്രഭാകരൻ, CM രഘുനാഥ്, PD പെന്നി, ഉമ്മർ, മുജീബ്, സുനിൽ വാലത്ത്, ഫാസിൽ, ഫൈസൽ പുതുക്കുളം, അൻസാർ, ഷമീർ, പീതാംബരം വാലത്ത്, PV ഉണ്ണികൃഷ്ണൻ, ഷമീർ, വത്സല, മണികുമാരൻ എന്നിവർ നേതൃത്വം നൽകി. കൂട്ടായ്മകളാണ് ഉണ്ടാകേണ്ടത്. ഒരു പ്രദേശത്തിന്റെ വികസനം പൂർണ്ണമായി നടപ്പിലാക്കാൻ, നമ്മുടെയൊക്കെ ജീവിതം ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറാൻ, നമ്മുടെയൊക്കെ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലുള്ള കൂട്ടായ്മകളെ കൊണ്ട് സാധിക്കും. ആ കൂട്ടായ്മകളാണ് നാടിന് ആവശ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭരണാധികാരികൾക്കെതിരെയുള്ള, പ്രാദേശിക നേതാക്കന്മാർക്കെതിരെയുള്ള, നമ്മുടെയൊക്കെ ജീവിതം തടസ്സപ്പെടുന്നവർക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കൂടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു നല്ല പ്രോജക്റ്റ് നേതൃത്വം കൊടുത്ത ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കുടിവെള്ള പ്രോജക്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ, നമ്മുടെ ഇടയിൽ ഇന്നില്ലാത്ത വൃദ്ധരായ മാതാപിതാക്കളുടെ ഓർമ്മ നിലനിർത്താൻ, മരിച്ചുപോയ ആ മാതാപിതാക്കളുടെ ഓർമ്മ എന്നുമെന്ന് നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രോജക്റ്റ് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്യുന്നു. വാടാനപ്പള്ളി ബീച്ച്, ചാപ്പക്കടവ് മദർ മസ്ജിദിൽ കൊല്ലം തോറും നടത്തിവരാറുള്ള റിഫായി റാത്തീബിന്റെ 66ാം ആണ്ട് നേർച്ചയുടെ ഭാഗമായി കൊടിയേറ്റം നടത്തി. വാടാനപ്പള്ളി തെക്കേ മഹൽ ഖത്തീബ് ഉമർ ബാഘവി പഴയന്നൂർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി 6-ാം തീയതി രാത്രി 8 മണിക്ക് നടത്തുന്ന ആണ്ട് നേർച്ച ചടങ്ങുകൾക്ക് സയ്യിദ് ഫസൽ തങ്ങളുടെ നേതൃത്വം നൽകുമെന്ന് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് റഹ്മത്ത് അലി, സെക്രട്ടറി ഷൗക്കത്ത് അലി, റാത്തീബ് രക്ഷാധികാരി VK ബഷീർ, ജലീൽ അഷ്റഫി, ജമാലുദ്ദീൻ, നൌഷാദ് എന്നിവർ അറിയിച്ചു. മസ്ജിദിന്റെ അങ്കണത്തിൽ നടന്നു വരുന്നു സുൽത്താൻ ആരിഫീൻ ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സദഖുൽ അസീസ് മഹാനവറുകളുടെ പേരിലെ റാത്തീബ് വളരെ വിപുലമായി ഈ പ്രദേശത്ത്, ചാപ്പക്കടവ് ബദരിയ പ്രദേശത്ത് എല്ലാവിധ ജാതി മത വ്യത്യാസമില്ലാതെ മുൻകാല കാർന്നവന്മാർ, മുൻഗാമികൾ നടത്തി വന്നിരുന്നു ഒരു റാത്തീബ് ഇൻഷാ അള്ളാഹ് ഈ 2025 വർഷം ഫെബ്രുവരി 6-ാം തീയതി നടക്കുകയാണ്. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ 355ാമത്തെ ഐ ക്യാമ്പ് നടന്നു. ലയൺസ് ഹാളിൽ നടന്ന ക്യാമ്പിൽ 78 പേർ പങ്കെടുത്തു. ഇതിൽ 37 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുമെന്ന് സെക്രട്ടറി CR ഗണേഷ് അറിയിച്ചു. കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നുവരുന്നത്. നേത്രപരിശോധന കൂടാതെ ബ്ലഡ് പ്രഷറും പ്രമേഹ രോഗനിർണയം നടത്തിവരുന്നുണ്ട്. പ്രസിഡന്റ് സാനി ജോസഫ്, സെക്രട്ടറി CR ഗണേഷ്, പ്രതാപൻ കളത്തിൽ, ബിന്ദു സുരേന്ദ്രൻ, NM സുരേഷ്, റോസ്മേരി, സാനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലയൺസ് ക്ലബിൻ്റെ 355ാമത് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പാണ്. ഇത് 35 വർഷത്തോളമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ തിമിര ശസ്ത്രക്രിയയ്ക്ക് ആളുകളെ പരിശോധിച്ച് വിധേയരാകുന്നവരെ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഈ ഷുഗർ പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ പരിശോധനയുണ്ട്, അതോടൊപ്പം തന്നെ പ്രഷറും പരിശോധിക്കുന്നുണ്ട്. SNDP യോഗം ഫുജൈറ യൂണിറ്റിന്റെ കുടുംബസംഗമവും യോഗത്തിന്റെ പിറന്നാൾ ആഘോഷവും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ബ്രോഷർ പ്രകാശനവും ഫുജൈറയിൽ നടന്നു. യോഗത്തിൽ SNDP യോഗം ബാംഗ്ലൂർ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സത്യൻ മുഖ്യാതിഥിയായി. ഫുജൈറ യൂണിയൻ പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷനായി. സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ ഷൈൻ K ദാസ്, സുരേഷ് തിരുക്കുളം, ജയശ്രീ, യൂണിയൻ സെക്രട്ടറി രാജഗുരു, സുനിൽകുമാർ, സുരേഷ് മാലിപ്പാറ, ബിനി മുരളി, സോണിയ ശ്രീകുമാർ, റീന സുനിൽ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ പാലത്തിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ യാത്രക്കാരായ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് സ്വദേശിനി നാളിയാട്ട് വീട്ടിൽ കലേഷിന്റെ ഭാര്യ സുജാത, തൃപ്രയാർ സ്വദേശിനി പുതുവീട്ടിൽ ശ്രേയ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനക്കല്ലിൽ ബസ്സിടിച്ച് ചാഴൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു.
ജില്ലാതല ക്ഷീരസംഗമത്തിന് ശ്രീനാരായണപുരത്ത് തുടക്കമായി. മണലൂരിൽ അർദ്ധരാത്രിയിലെ പഞ്ചായത്ത് ഓഫീസ് നവീകരണം LDF തടഞ്ഞു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.